നമ്മുടെ സർക്കാർ ഓഫീസുകളൊന്നും ഇപ്പോൾ ശരിക്കും പഴയതുപോലെയല്ലല്ലേ. എല്ലാ സൗകര്യങ്ങളും വൃത്തിയും ഒക്കെയുള്ള ഓഫീസുകളാണ് മിക്കയും. വൃത്തി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങിയ ഇടങ്ങളിലായിരിക്കും ഈ കോമ്പൗണ്ടുകളൊക്കെ കാടൊക്കെ പിടിച്ച് കിടക്കുന്നതൊക്കെ കാണുന്നത്. എന്നാൽ ഇക്കാര്യത്തിലൊക്കെ വേറൊരു ലെവലാണ് നമ്മുടെ വയനാട് മാനന്തവാടിയിലെ ഫയർ സ്റ്റേഷൻ. എന്താണെന്ന് നോക്കാം. ഫയർ സ്റ്റേഷൻ വളപ്പിലെ മാവുകൾക്ക് ചുറ്റും തറകെട്ടി ടൈൽസ് പാകിയ ഇരിപ്പിടങ്ങൾ, പെയിന്റ് ചെയ്ത് വൃത്തിയാക്കിയ മതിൽക്കെട്ട്, ഇതൊന്നും മറ്റാരും ചെയ്തതല്ല. ഫയർ യൂണിറ്റിലെ ജീവനക്കാർ തന്നെയാണ് ഡ്യൂട്ടിയില്ലാത്ത സമയത്തും അവധി ദിവസങ്ങളിലുമായി സ്റ്റേഷൻ വളപ്പിനെ ഇത്തരത്തിൽ മനോഹരമാക്കിയത്. നമ്മുടെ സ്റ്റേഷനിലെ എല്ലാ ജീവനക്കാരെയും കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് ഈ കാണുന്ന ഈ നമ്മളുണ്ടാക്കിയ നിർമ്മാണ പ്രവൃത്തികളൊക്കെ. ഓപ്പൺ ക്ലാസ് റൂം എന്ന നിലയിലാണ് മാവുകൾക്ക് ചുറ്റും ഹോളോ ബ്രിക്സും ടൈലും ഉപയോഗിച്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കിയത്. ദുരന്ത നിവാരണത്തെക്കുറിച്ച് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകാൻ കൂടിയാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കിയത്. എല്ലാ ജോലികളും ജീവനക്കാർ തന്നെ ഏറ്റെടുത്തു. ഒഴിവ് സമയങ്ങളുണ്ടെങ്കിൽ വിശ്രമിക്കാനും, പിന്നെ അതുപോലെ സ്റ്റേഷനിലേക്ക് വരുന്ന മറ്റുള്ള ആൾക്കാർക്ക് ഒരു തൽക്കാല വിശ്രമം എന്ന രീതിയിലും, അതുപോലെ തന്നെ ഇവിടെ ഈ മാവും തോപ്പിൽ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള കാറ്റും, അതുപോലെ തന്നെ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന രീതിയിൽ ഒരു ക്ലാസ് റൂമും അതുപോലെ തന്നെ മറ്റ് വിശ്രമ കേന്ദ്രങ്ങളും ആക്കി മാറ്റാനുള്ള ജീവനക്കാരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണിത്. റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ആവശ്യമായ പണം കണ്ടെത്തിയത്. 45 ജീവനക്കാരാണ് മാനന്തവാടി ഫയർ യൂണിറ്റിലുള്ളത്. മുൻപ് തകർന്ന വീണ സീലിംഗ് മാറ്റി സ്ഥാപിച്ചതും മുറികൾ പെയിന്റടിച്ച് വൃത്തിയാക്കിയതും ജീവനക്കാർ തന്നെയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ നമ്മുടെ കൂടെയുണ്ട്. കമൽ, ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഒന്ന് നോക്കി നിൽക്കാൻ പാകത്തിന് അത്രയും മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തികളെല്ലാം തന്നെ ഏറ്റെടുക്കുന്നതും അത് ചെയ്യുന്നതും പൂർത്തിയാക്കുന്നതും അവിടെയുള്ള ജീവനക്കാർ തന്നെയാണല്ലേ? മാനന്തവാടി ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരെ കുറിച്ച് കുറച്ചു ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ചതേ ഉള്ളൂ. ഒരു യാത്രയപ്പ് ചടങ്ങിനിടയ്ക്ക് ആട്ടിൻകുട്ടിയെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയ കഥ. എന്തായാലും ആ ഫയർ സ്റ്റേഷൻ മറ്റൊരു രീതിയിലും കൂടി മാതൃകയാവുകയാണ്. ഫയർ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ കുറേ മാവുകളുണ്ട്. അതിന് ചുറ്റും ആ ജീവനക്കാർ തന്നെ ഹോളോ ബ്രിക്സൊക്കെ വാങ്ങി തറ കെട്ടി, തറയൊക്കെ മനോഹരമായി പെയിൻറ് ചെയ്ത് മുകളിൽ ടൈൽസൊക്കെ ഒട്ടിച്ച് നല്ല ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അത് അവർക്ക് വിശ്രമിക്കാനല്ല, ഫയർ സ്റ്റേഷനിൽ വിദ്യാർത്ഥികളൊക്കെ എത്താറുണ്ട്. കാരണം ഇപ്പോൾ പലപ്പോഴും ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഫയർഫോഴ്സ് ക്ലാസ്സൊക്കെ നൽകാറുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഓപ്പണായി സ്ഥലത്ത് മാവിൻ്റെ ചോട്ടിലൊക്കെ ഇരുത്തി അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഡെമോ ഒക്കെ ഉണ്ടാകും, അത്തരം ക്ലാസ്സുകളിലൊക്കെ ഡെമോൺസ്ട്രേഷനൊക്കെ ഉണ്ടാകും. അതൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം മുറ്റത്ത് തന്നെ ഒരുക്കി. അതുപോലെ പുറത്തെ മതിലൊക്കെ നല്ല ഭംഗിയിൽ പെയിൻറ് ചെയ്തു. പുതിയ ബോർഡൊക്കെ സ്ഥാപിച്ചു. സാധാരണ ഇതൊക്കെ സർക്കാർ ഓഫീസുകളിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ടെൻഡറൊക്കെ ചെയ്ത് അതിനൊക്കെ താമസം വന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. ഇത് പക്ഷേ ജീവനക്കാർ തന്നെ റിക്രിയേഷൻ ക്ലബ്ബ് മുഖേന പണം കണ്ടെത്തി അവർ തന്നെ ജോലി ചെയ്തു. കാരണം അവർക്ക് ഈ ഡ്യൂട്ടി എപ്പോഴാണ് പെട്ടെന്നായിരിക്കും അവരുടെ ഡ്യൂട്ടി വരിക. അത് ഇല്ലാത്ത സമയങ്ങൾ, അവർ ഓഫീസിൽ തന്നെയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അത്തരം കാര്യങ്ങളൊക്കെ അവർ തന്നെ ജോലി ചെയ്തു. അവധി ദിവസങ്ങളിലും മറ്റ് സമയങ്ങളിലൊക്കെയായി അങ്ങനെയാണ് ഇത്രയും ഭംഗിയാക്കിയത് ഫയർ സ്റ്റേഷൻ്റെ വളപ്പ്. എന്തായാലും മുൻപ് ഇതുപോലെ കാലപ്പഴക്കം മൂലം സീലിംഗ് ഒക്കെ പൊളിഞ്ഞു വീണിരുന്നു. അതൊക്കെ ഇതേപോലെ തന്നെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാർ ആ സീലിംഗ് ഒക്കെ പുനഃസ്ഥാപിക്കുകയും. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തിരി ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ അവർ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തികളാണ്, പുറത്തു നിന്നല്ല ജീവനക്കാർ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ വിശ്രമിക്കേണ്ട ചില സമയങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കന്നെ അറിയാം, എത്രയോ ഫയർഫോഴ്സ് ജീവനക്കാരെ കുറിച്ച് അവർ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് നമ്മൾ എപ്പോഴും മിക്കവാറും പറയുന്നതാണ്. ഇതാ ഈ മാനന്തവാടിയിലെ കാര്യം തന്നെ കമൽ പറഞ്ഞതിലെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ തത്സമയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് റിസ്ക് ഉള്ളതാണ്, കഷ്ടപ്പാടുള്ളതാണ്. അതിനിടയിൽ കിട്ടുന്ന ഒരു വിശ്രമ സമയം അത് ഇതിനു വേണ്ടിയിട്ടൊക്കെ അവർ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സമയം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജീവനക്കാർക്കാണെങ്കിൽ ഇപ്പോൾ പുറമെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ അവിടെ വരുന്നവർക്കായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഉപകാരമുള്ളതാണ്. ആ ഇടം മനോഹരമാക്കി വെക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ശരി കമൽ.